വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലേമാൻ ഗെയിമിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് മാപ്പിലെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ബാക്കിയുള്ള മാപ്പ് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ടൈം നമ്മൾ പോയിട്ട് വന്നിട്ട് നമ്മുടെ ഗണ്ണുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗണ്ണ് എവിടെയെങ്കിലും തിരിച്ചു വയ്ക്കാം. നമുക്ക് ഏതെങ്കിലും നല്ല വെപ്പണമായിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകും. ഈ കാർഡ് എന്താ ശരിക്കും? ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള വഴിയുണ്ടോ? ചെസ്റ്റ് പെയിൻറ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടല്ലേ? നോക്കട്ടെ. റെഡ് കളർ അടിച്ചോ. പെയിൻ്റ് ആയിട്ടില്ല. പെയിൻറ് വേണ്ടി വരും. നമുക്കെന്നാൽ ഈ സിഗ്നൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കിപ്പോൾ ഓക്കെ. ബങ്കർ കോഡ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബങ്കർ കോഡ് വരുന്നത് ഓരോ ദിവസവും മാറുന്നുണ്ടെന്ന് തോന്നുന്നു. 80647 ഇതാണ് ബങ്കർ കോഡ് ഉള്ളത്. ഡീലർ ജോറെടുത്ത് പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ലാസ്റ്റ് സമയം. നമുക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബങ്കറിലോട്ട് പോകാൻ നോക്കാം. ബങ്കറിൽ പോകുമ്പോൾ ഇതെടുത്ത് വെച്ചേക്കാം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും തടഞ്ഞാലോ? ഇത് ആക്സസ് കാർഡ്, ഇതും എടുത്ത് വെച്ചേക്കാം. ഇവിടുത്തെ ഒരു കാർഡ് ഉണ്ടല്ലോ, ഈ പെട്ടിയിലല്ല, ഈ പെട്ടിയിലെ കാർഡ്, ഇതും എടുത്ത് വെച്ചേക്കാം. ക്ലോസ് ചെയ്യാം, നമുക്ക് പോവാം. വെപ്പൺ ഇവിടെ നോക്കാം, ഇതെടുക്കാം. പോകാം നമുക്ക് ബങ്കറിലേക്ക്. യെസ്, നമുക്കിനി ഈവൻ്റ് ഉണ്ട്. ഈവൻ്റ് ക്ലോസ് ചെയ്തു. ഈ ബങ്കറിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ വേണം. ഈ ആക്സസ് കാർഡ് എടുത്ത് വെറുതെ ആവുമോ? എവിടെയെങ്കിലും പോയി തട്ടിപ്പോയാൽ? ലെവൽ 40 റിക്വയർഡ്. ഇവിടെ പോകണമെങ്കിൽ ലെവൽ റിക്വയർഡ്. ഇത് പുതിയ സ്ഥലങ്ങളൊക്കെ. ലൈംസ്റ്റോൺ ക്ലിഫ്, ഇവിടെ പോകാൻ പറ്റില്ല. നമുക്കിന്ന് ലൈംസ്റ്റോൺ ക്ലിഫിലേക്ക് പോകാം. പക്ഷേ നമ്മളിന്നടുത്ത് ഈ ബങ്കർ കോഡ് ഇപ്പോൾ ആവശ്യമില്ല. വെറുതെ അത് ആക്സസ് കാർഡ് കൊണ്ട് കളയണ്ട. അത് നമുക്ക് തിരിച്ചു വെച്ചിട്ട് പോവാം. തിരിച്ച് വെക്കാമല്ലോ. ഓക്കെ, നമുക്ക് പോകാം. ആക്സസ് കാർഡ് ഇവിടെ ഇടാം. ഇത് വയ്ക്കാനുള്ള സ്ഥലമില്ല. വേറെ പെട്ടിയിൽ വയ്ക്കാം. എന്ത് പെട്ടി വയ്ക്കാം? എന്ത് പെട്ടി സ്ഥലമില്ല.
ഇതിരിക്കട്ടെ, പുറത്ത് പോയല്ലേ. പിന്നെ ഒരു സംഭവം കൊണ്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് പോവാം. എൻ്റെ ഇതുണ്ട്, ഇത് കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞ പോലെ സ്പിയർ കൊണ്ടുപോയി നോക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? ഇങ്ങോട്ടേക്ക് പോകാം. സ്പിയർ എടുത്തില്ല. ഡാർക്ക് നമുക്ക് അവിടെ ചെന്നത് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. ഇവിടെ വന്നു, എൻ്ററായി. ഓൾറെഡി ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എയ്റ്റ് 80647. ഓക്കെ, നമ്പർ പറഞ്ഞു. ആയിക്കോട്ടെ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എടുത്തു, ഇയാളെടുക്കുന്നത് എടുത്തു. സോംബി ഒന്ന് കൊല്ലുന്നതിന് മുന്നേ പോവാം ഇവിടുന്ന്. ആക്ച്വലി എനർജിക്ക് വേണ്ടിയിട്ട് ബെറീസ് കുറച്ച് കഴിക്കാം, കുറച്ച്. കഴിച്ചോളൂ. ബെറീസ് കുറച്ച് കഴിച്ചിട്ടുണ്ട്. പറഞ്ഞു ലൈഫ് കുറച്ച് തിരിച്ചു കിട്ടും. ലൈഫ് ഇല്ലാതെ റിസ്ക്കാണ് ഇവിടെ കളിക്കുന്നത്. ട്രീ ബെറീസ്. ആവശ്യത്തിന് നോക്കി ഒരു മാന്യം കാണുന്നില്ല. ഇല്ലായിരുന്നു. ഓക്കെ, മാനുണ്ട്. വലിയ സൗണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് പേരോടെ ഉണ്ട്. കേക്ക്. മാൻ പോയി. കുറച്ച് അതിന് ഫുഡ് വല്ലതും കഴിച്ചിരുന്നെങ്കിൽ ഈ ലൈഫ് എങ്കിലും തിരിച്ചു കിട്ടുമായിരുന്നു. ആയിക്കോട്ടെ, നിൽക്കി മോനെ. ഇതല്ല. താങ്ക്സ്.
അവിടെ നിന്നിട്ട് കാര്യമില്ല. നല്ല വെപ്പണും ഹെൽത്തും ബാൻഡേജും ഇല്ലാതെ ഇനി ഒരു സ്ഥലത്തോട്ടും പോകരുത്. ക്ലോസ്. എനർജി ഫുള്ളുണ്ട്, നമുക്ക് തിരിച്ചു പോവാം. പോയിട്ട് ബാൻഡേഡുമായിട്ടൊക്കെ തിരിച്ചു വരാം. ബാൻഡേഡ് വാങ്ങാൻ പറ്റുമോ? യെസ്, വാങ്ങാൻ പറ്റും. അതിനാണ് ആ സാധനം വേണ്ടിയത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോ താങ്ക് യു, നോ താങ്ക് യു. ബാറ്റ് കൊണ്ട് കാര്യമില്ല, നമ്മൾ സ്പിയറാക്കി തന്നെ പോവാം, അത് നല്ലത്. ബ്രോസ് പറഞ്ഞ പോലെ ബാൻഡേജ് 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 ബാൻഡേജ്. ക്രാഫ്റ്റ് ക്രാഫ്റ്റ്. ഒരു ബാൻഡേജിന് അത്ര ഇത് വേണം? സോറി, 5 മതി. ബാൻഡേജായി. ഇനി ഡ്രസ് ഇട്ടോ, തൊപ്പി വെച്ചോ. ചൂളയിലെ സംഭവങ്ങൾ ഇനിയും കട്ടായിട്ടുണ്ടല്ലേ. ഇപ്പുറത്തെ അവസ്ഥ എന്താ? കട്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് സംഭവിച്ചേ? കരിയില്ലുണ്ടായോ? മറ്റേ ബാൻഡേജ് നമ്മൾ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അതുമായിട്ട് പോയി നോക്കാം. ഇവിടത്തേക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. നമുക്ക് എന്തായാലും ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ട് പോവാം. സ്പിയർ ക്രാഫ്റ്റ്. ഇതൊരെണ്ണം ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. സോറി, എങ്ങനെ യൂസ് ആവും നോക്കി നോക്കാം. ഓക്കെ, പുതിയ അമ്പും വില്ലും യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം കേട്ടോ, കച്ചവടത്തിനോട് ഒന്നും വേണ്ട. ഇയാളുടെ സാധനം തരാനുള്ളതല്ലേ, അതിനുള്ള പൈസയും സാധനങ്ങളൊന്നും ഇല്ല. അമ്പും വില്ലും എടുത്ത് നോക്കി. നമുക്ക് ഒരെണ്ണം വിട്ടു നോക്കിയാലോ? ഓക്കെ,
എന്തായാലും ഇത് വെച്ച് ദൂരെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയെങ്കിൽ സാധനം കൊള്ളാം. പബ്ജിയിൽ മറ്റേ ക്രോസ് ബോയ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്ന പോലെ. ഇവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, ബങ്കർ പോകണ്ട. എല്ലാം ബ്ലോക്കാണെങ്കിൽ എങ്ങനെ കുഞ്ഞെ നമ്മൾ പോകുന്നത്? വേണ്ട വേണ്ട. അയാളുടെ വീട് തട്ടിപ്പൊട്ടിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല. ഗ്യാസ് സ്റ്റേഷൻ, ഗ്യാസ് സ്റ്റേഷൻ, ഗ്യാസ് സ്റ്റേഷൻ പോയിട്ട് നമ്മളെ കയറ്റിവിടാത്ത സ്ഥലമല്ലേ, അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ അപമാനിച്ചിറക്കി വിട്ട സ്ഥലം. സാധനങ്ങൾ എടുക്കാമെന്നാ പറയുന്നത് അവരെ വീട്ടിൽ പോയിട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് തട്ടിക്കാൻ പൊട്ടിക്കാൻ വേണ്ടേ? ഡോറൊക്കെ തല്ലി പൊട്ടിക്കണം. നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ പോവാം. ഇവിടെ എന്തൊക്കെയോ ലൂട്ടുകളുണ്ടെന്ന് പറയുന്നുണ്ട്. പോയ വഴിയെ പോവാം. എൻ്ററായി. ഓക്കെ, പതുക്കെ പോയി നോക്കാം. ഇതിനമ്പം വല്ലതും വെച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല പറ്റില്ല. ഈ കൺട്രോൾസ് ഒന്നും പറയാനില്ല. ആ പമ്പും വില്ലും കൊണ്ട് കാര്യമില്ല. ഇനി ഇവിടുന്ന് എന്തും കൊണ്ടാണ് പോകുന്നത്? അവിടെ തന്നെ പോകാൻ തോന്നുന്നു. ചത്ത് കിടക്കുന്ന സാധനം വല്ലതും പറക്കി അത് തന്നെ യൂസ് ചെയ്യാം. ബാൻഡേജൊക്കെ കുറേ ഉണ്ട് അതിനകത്ത്. അങ്ങോട്ട് തന്നെ പോവാം. എന്തോ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ചാകുന്നേ. ഹ്യൂമനിറ്റേറിയൻ അത് വേണ്ട, സംഭവം അവിടെ കിടക്കട്ടെ. പക്ഷേ ആദ്യം ഇവിടെ പോയിട്ട് അങ്ങോട്ട് പോവാം. കാരണം അവിടെ നമ്മൾ കുറച്ച് ബാൻഡേജും കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ആ സാധനം തിരിച്ചു പിടിക്കണം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. എൻ്റെ ഏത് സൈഡിലായിരുന്നു അത്? അയ്യോ, ഒന്നുകൂടെ ലോഗിനായി നോക്കാം. ഇവന് നിർത്തിയില്ല ഇതുവരെ. സോംബികൾ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. തുടക്കത്തിലെ പോലെ ചെറിയ ചെറിയ സ്ഥലത്ത് പോയി അറ്റാക്ക് ചെയ്ത് അവിടുത്തെ സാധനങ്ങൾ അടിച്ച് മാറ്റി പെട്ടെന്ന് ഓടി വരുന്ന പോലെ പറ്റുന്നില്ല. കുറച്ച് റിസ്കുകളാണ് അവർ. ഇനിയും കയറി കഴിഞ്ഞാൽ ഇനിയും വരുവൻ. ഒന്ന് എൻ്റർ ചെയ്തോ.
പിന്നെ ഒരിടിയെങ്കിലും ഇടിച്ചിട്ടെങ്കിലും പോട്ടെ. അല്ല പിന്നെ ഞാൻ ഹ്യൂമാനിറ്റേറിയൻ ബോക്സിൻ്റെ അടുത്ത് പോവാം. അവിടെ ചെന്ന് ഇനി എന്തെങ്കിലും എടുത്തോണ്ട് ഓടാം പറ്റുമോ നോക്കട്ടെ. അവിടെ തന്നെ ട്രൈ. നീ തുപ്പി എറിയോ നീ എന്നെ? അവൻ്റെ ഈ ചാകുന്ന റേറ്റ് വെച്ചിട്ട് അവനായിരിക്കും ആദ്യം ചാകുന്നത്. ആ കയറും ടോർച്ചും കൊണ്ട് നടക്കുക നാറി മനുഷ്യനടിച്ചു കൊല്ലാനായിട്ട്. ഒരുപാടേ ഇത് കൺസ്യൂം ചെയ്യാം. പക്ഷെ മാപ്പ് എടുത്ത് കഴിയുമ്പോൾ ചുറ്റുമുള്ള പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ സാറേ. അത് വേറൊരു പ്രശ്നം. മാപ്പിൻ്റെ ഒരു സൈഡിലാണ് എൻ്റെ ഡെഡ് ബോഡി ഉള്ളത്, പഴയ ബോഡി. ഈ ഗ്രീൻ സോംബി നമ്മൾ എവിടെ നിന്നാലും വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അയ്യേ എഴുന്നേറ്റ് പോന്നു. ഇല്ല, ചരിഞ്ഞ് കിടന്നല്ലേ, സോറി. നമുക്കിവിടുന്ന് 1-2 കമ്പും കല്ലും എടുത്ത് വയ്ക്കാം. കാരണം എന്തെങ്കിലും ആവശ്യത്തിന് ഇതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പിയർ ഉണ്ടാക്കുക വെച്ച്. അത് കഴിഞ്ഞ് നമുക്ക് മരമാണ് കാണിച്ചേ. നമ്മുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനുള്ള ഉണ്ടോ? സ്പിയർ ഉണ്ടാക്കാനുള്ള സാധനം? ഓ, ഇനി രണ്ടെണ്ണം കൂടെ വേണം. അങ്ങനെയായിരുന്നെങ്കിൽ വീട്ടിൽ പോയി തിരിച്ചു വന്നാൽ മതിയായിരുന്നു. കുറച്ച് കെയർലെസ് ആയിട്ടൊക്കെ കളിക്കുന്നത് ഇപ്പോൾ. ലൈഫ് 100% ഉണ്ടാകുക, അത് മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്. ഇതിൻ്റെ സൈഡിലെവിടെ എൻ്റെ ഡെഡ് ബോഡി ഉണ്ടാവണമല്ലോ. കിട്ടി. എൻ്റെ ഫ്രണ്ട് പോയി കാണും, അതുകൊണ്ട് സൈഡിൽ കൂടി പോകാം. എടുക്കാൻ പോയ പ്രശ്നമാവോ? ദേ വരുന്നു. നീ അവിടെ നിൽക്കേ, ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ് മോനെ. എക്യുപ്പ് വാ. ഇനി എന്താ അവസ്ഥ നോക്കാം. നീ ഇപ്പം ഇങ്ങോട്ട് വരുമായിരിക്കുമല്ലോ. വരുന്നില്ലേ? ഓ, തുർക്കി കോഴി അടി കൊണ്ട് ഓടിപ്പോയി ടർക്കി.
അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാൻ അത് എന്താ സാധനം ഉള്ളതെന്ന് നോക്കാം. വാൾ യൂസ് ചെയ്ത് നോക്കാം. എന്താ നിൻ്റെ ഉണ്ടാവാനുള്ളത്? ഒന്നുമില്ല. ടർക്കി കുഞ്ഞ് എന്തൊക്കെ മേളം. ഇതെൻ്റെ ബോഡിയല്ലേ? അല്ല, എൻ്റെ ബോഡിയല്ല. എക്യുപ്പ് ചെയ്തോ, ഇതും എക്യുപ്പ് ചെയ്തോ. സൗണ്ട് ഉണ്ടാക്കരുത്. ടർക്കി കോഴിയുടെ ഇറച്ചി, ചിക്കൻ. ഓക്കെ, നമ്മുടെ പട്ടിക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. ഓ, ഡാമേജ് സാധനം. പൊളി സാധനം. കുറേ സമയം ഇവിടുത്തെ അല്ല, കുറേ ആയി എവിടെയെങ്കിലും നല്ലൊരു ഫാമിംഗ് നടത്തിയിട്ട്. ഓ, കുരുതി. നല്ല കുരുതിയല്ല. ഞാൻ ചാവും. ഓടിക്കോ വിക്ടറെ, ഓടിക്കോ മോനെ, ഓടിക്കോ. പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ വന്നു. തിരിച്ചു വരാം. അല്ലേ, വേണ്ട. നമ്മുടെ കയ്യിൽ ഐറ്റം ഉണ്ട്. നമ്മുടെ കയ്യിൽ വീട്ടിൽ പോയി തിരിച്ചു വരാം. അതെൻ്റെ റൺ. ഇന്നലെയൊക്കെയായിട്ട് പട്ടിണി കിടക്കുന്ന നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാം ആദ്യം. എന്താ വേണ്ടി? 3 മണിക്കൂർ ആ ഫുഡ് കഴിക്കാൻ പറ്റും അവർക്ക്. 3 മണിക്കൂർ നിൽക്കും. ഇനി നമുക്ക് ഇവിടത്തേക്ക് എന്തെങ്കിലും ഒന്നുമില്ല. ഫിലപ്പ് നോ. ഫുട്ബോൾ ഇവിടുന്ന് എന്തെങ്കിലും തിന്നിട്ട് ലൈഫ് ഫോർസ് സെറ്റ് ചെയ്യാം. കുറച്ച് ബാൻഡേജ് എടുക്കാം. തടിയുടെ സെക്ഷനാണോ? അതല്ലല്ലോ. ആയിക്കോട്ടെ, ഇത്ര സാധനമായിട്ട് നമുക്ക് പോയി നോക്കാം. ഇതിലൊരു വഴിക്ക് പോകുന്നതല്ലേ. ലൈഫ് കുറച്ചേ കൂടിയിട്ടുള്ളൂ. പോകുന്ന വഴിക്ക് ബാൻഡേജ് അടിക്കാം. ഇവിടെ നേരെ ബങ്കറിലേക്ക് പോവാം. See you in next video guys. Bye bye.